നിങ്ങളും ഞാനുമെല്ലാം അടിമകളായിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. നിരന്തരമായിട്ട് നിങ്ങൾ വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 10 അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ. ആൻഡ് അതിൽ ഒരു അപ്ഡേറ്റ് ലേശം കുഴപ്പക്കാരനാണ്. നിങ്ങൾ വാട്സാപ്പിൽ നിരന്തരം ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില പ്രത്യേക സുഹൃത്തുക്കൾ ഉണ്ടാവും, എപ്പോഴും നിങ്ങളുടെ വാട്സാപ്പിലെ ചാറ്റ് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം കിടക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് കോൺടാക്റ്റുകൾ സെറ്റ് ചെയ്ത് വെക്കാം. പ്രത്യേകമായിട്ടൊരു ഫേവറേറ്റ് ടാബും കൂടെ വരും. സോ കോൾ ചെയ്യുന്ന സമയത്തും ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത് ഏറ്റവും ആദ്യം വന്ന് കിടക്കും. അതേപോലെ പുതിയ 100 ഫിൽറ്ററും കൂടി ഉണ്ട്, വായിക്കാത്ത മെസ്സേജുകൾ മാത്രം ഫിൽറ്റർ ചെയ്ത് കാണിക്കുക. വാട്സാപ്പിനകത്ത് ഈ അപ്ഡേറ്റ് സെക്ഷനിൽ അതിനകത്ത് ചാനൽസ് കണ്ടില്ലേ, നിങ്ങൾ എത്ര പേര് റെഗുലർലി ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്? അങ്ങനെ കുറേ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ചാനലുകൾ പിന്നെ ചെയ്തിട്ടാണല്ലോ ഓപ്ഷൻ വരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഒട്ടുമിക്ക എല്ലാവർക്കും ഉപകാരപ്പെടാൻ പോകുന്ന ഒന്നാണ്. നിങ്ങൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു ആൻഡ് ആ ഒരു വ്യക്തി നിങ്ങളോട് വാട്സാപ്പിൽ ഫോട്ടോസ് അയച്ചു തരാം, നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ എന്താണെന്ന് ചോദിക്കും. എന്നാൽ എന്നിട്ട് അതിനുവേണ്ടി നിങ്ങളൊരു വാട്സാപ്പ് നമ്പർ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. വാട്സാപ്പിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലെ പോലെ യുണീക്ക് ആയിട്ട് യൂസർ നെയിം ഉണ്ടാക്കാം. ആ ഒരു യൂസർ നെയിം മാത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങളുടെ നമ്പർ ഡിസ്ക്ലോസ് ചെയ്യേണ്ട, യൂസർ നെയിം അടിച്ച് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഈ സീനൊക്കെ ടെലഗ്രാം പണ്ടേ വിട്ടതാണ്. കാമുകന്മാരെ നിങ്ങൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പിടിക്കപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചാറ്റ് ലോക്ക് ചെയ്തിടാം. ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് താഴെ വലിക്കുമ്പോഴേക്കും ലോക്ക് ചാറ്റ് കാണില്ലേ. പുതിയ വാട്സാപ്പിന്റെ അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് ഓരോ ലോക്ക് ചെയ്ത ചാറ്റിന് ഒരു സീക്രട്ട് ഇമോജി ഉണ്ടാക്കി വെക്കാം. ആ ഒരു ഇമോജി സെർച്ച് ചെയ്ത് നിങ്ങൾ പാസ്വേഡോ ഫിംഗർ പ്രിന്റോ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ലോക്ക്ഡ് ചാറ്റ് ഓപ്പൺ ആവുള്ളൂ. സോ ലോക്ക്ഡ് ചാറ്റ് ഉണ്ടെന്ന് ആരും അറിയുകയില്ല. ആൻഡ് ഇനി വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് സെക്ഷനൊക്കെ അടിമുടി മാറാൻ പോവുക. നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ തലയുടെ വട്ടത്തിൽ ചുറ്റും പച്ച വട്ടമൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്താണോ സ്റ്റോറി ഇട്ടേക്കുന്നതിൻ്റെ ഒരു കുഞ്ഞി പ്രിവ്യൂ, നമ്മുടെ സ്നാപ്ചാറ്റിലൊക്കെ കാണുന്ന പോലെ ഒരു കുഞ്ഞി പ്രിവ്യൂ ആണ് ഇനി വരാൻ പോകുന്ന പുതിയ ഇന്റർഫേസ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇനി തൊട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. വെയിറ്റ്, തെറി വിളിക്കല്ലേ, മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ സീക്രട്ട് ആയിട്ട് ആരെങ്കിലൊക്കെ ഫോളോ ചെയ്യേണ്ട അവരുടെ പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഇനി ആ പരിപാടി നടക്കില്ല. യെസ്, പ്രൊഫൈൽ ഫോട്ടോകൾ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പറ്റില്ല. നിങ്ങളിനി വാട്സാപ്പിൽ ആൾക്കാർക്ക് മെസ്സേജ് അയക്കൂലേ, ആ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഈ പരിപാടികളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ പുറത്തുവന്ന സമയത്ത് അമ്മ പറയുക വെണ്ടയ്ക്ക് 1 കിലോ മേടിക്കണം, 2 പാല് പാക്കറ്റ് മേടിക്കണം, മാവ് മേടിക്കണം എന്നൊക്കെ പറയുവാണെങ്കിൽ വാട്സാപ്പിൽ അയക്കിയെന്ന് പറയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ മെസ്സേജിന് മുന്നേ ഒരു ഹൈഫൻ ഇട്ടിട്ട് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബുള്ളറ്റ് ലിസ്റ്റിലിടാം. ഇല്ല 1, 2, 3 ആണെങ്കിൽ 1 അടിക്കുക, കുത്തിടുക, നിങ്ങളുടെ മെസ്സേജ് അടിക്കുക, അപ്പോൾ തനിയെ 2, 3 ഒക്കെ വരും. നിങ്ങൾ അയക്കുന്ന ഒരു പ്രത്യേക മെസ്സേജ് എല്ലാവരും ശ്രദ്ധിക്കണം, ഒരു കട്ടയ്ക്കകത്ത് ആക്കണമെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടിട്ട് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ വരും. കോഡ് ചെയ്യുന്നവർ യൂഷ്വലി വാട്സാപ്പിലൂടെ കോഡൊക്കെ സെൻഡ് ചെയ്യാറുണ്ടാവും. ആൻഡ് ആ ഒരു കോഡാണ് എന്നറിയിക്കാനായിട്ട് ബാക്ടിക് ഇല്ലേ, ബാക്ടിക്കിനകത്ത് നിങ്ങൾ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് രൂപത്തിൽ വരും. പിന്നെ നമ്മുടെ റെഗുലർ സാധനങ്ങൾ 2 സ്റ്റാറിന്റെ ഇടയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബോൾഡ് ആവും, 2 അണ്ടർസ്കോറിന്റെ ഇടയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇറ്റാലിക് ആവും, 2 വേവിന്റെ സിമ്പിൾ അതിന് ടിൽഡ എന്നാ പറയുന്നത് അതിനകത്താണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ഇങ്ങനെ വെട്ടിട്ട പോലെ വരും. ഗ്രൂപ്പായിട്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അവിടെ വാട്സാപ്പിൽ അയച്ചേക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അയക്കും. പിന്നെയാണ് അത് ഞാൻ HD സെലക്ട് ചെയ്തില്ല എന്ന്. പക്ഷേ ഇനി ആ പ്രശ്നമില്ല. ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോറേജിൽ പോയിട്ട് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി HD വേണോ നോർമൽ വേണോ എന്ന് സെലക്ട് ചെയ്ത് ഓൾറെഡി വെക്കാം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അയക്കുമ്പോൾ തന്നെ അത് HDയിലായിരിക്കും. പിന്നെ HD വേണ്ടാന്നുണ്ടെങ്കിൽ മാറ്റിയാൽ മതി, കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്. പക്ഷേ ഈ യൂറോപ്യൻ യൂണിയനെ കൊണ്ട് ഭയങ്കര കഷ്ടമായിരിക്കുവാണ് എല്ലാ കമ്പനികൾക്കും. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, വാട്സാപ്പ് എന്ന് പറയുന്നത് ഒരു ആധിപത്യം സ്ഥാപിക്കുകയാണല്ലോ. അതായത് വാട്സാപ്പിൽ നിന്ന് വാട്സാപ്പിലേക്ക് മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. ആ പരിപാടി ഇവിടെ നടക്കില്ല. വാട്സാപ്പ് യൂസ് ചെയ്യുന്നവർക്ക് മറ്റ് പ്ലാറ്റ്ഫോംസിലും മെസ്സേജ് അയക്കാനായിട്ട് പറ്റണം. ഇതിനുവേണ്ടി പുതിയ അപ്ഡേറ്റിൽ വാട്സാപ്പ് തേർഡ് പാർട്ടി ചാറ്റുകൾ കൊണ്ടുവരികയാണ്. അതിലൂടെ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിന്ന് ടെലഗ്രാമിലേക്കും വാട്സാപ്പിൽ നിന്ന് മറ്റ് മെസ്സഞ്ചറിലേക്കും മെസ്സേജ് അയക്കാനും റിസീവ് ചെയ്യാനായിട്ടും പറ്റും. ഇനി 10ാമത്തെ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂട്ടത്തോട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിയർ ബൈ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ഫയൽ നിയർ ബൈ എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചറും കൂടെ വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ പല ബീറ്റ ടെസ്റ്റിംഗ് യൂസേഴ്സിനും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊരു ബീറ്റ വാട്സാപ്പ് യൂസർ ആണോ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. വേറെ എന്തൊക്കെ ഫീച്ചറാണ് നിങ്ങൾക്ക് ഇതല്ലാതെ കിട്ടിയത് എന്നും കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.